ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 15-ാം തീയതി 289-ാമത്തെ ദിവസത്തിലെത്തി. ആദ്യമായിട്ടായിരുന്നു അയാൾ മീൻ വിൽക്കാനായിട്ട് ആ മാർക്കറ്റിൽ എത്തുന്നത്. ഒരു വലിയ കൊട്ട നിറയെ മീനുമായി തിരക്കുള്ള മാർക്കറ്റിൻ്റെ ഒരു കോണിൽ അയാൾ ചെന്നിരുന്നു. തൻ്റെ അടുത്തുള്ള ഭിത്തിയിൽ ഒരു പലക തൂക്കി അയാൾ അതിൽ ഇങ്ങനെ എഴുതി: ഇവിടെ പുതിയ മീൻ വിൽക്കപ്പെടും. എഴുതിയത് ശരിയോ എന്ന് നോക്കാൻ അയാൾ ഒരിക്കൽ കൂടി അത് വായിച്ചു നോക്കി. പെട്ടെന്ന് അയാൾക്കൊരു തോന്നലുണ്ടായി. ഇവിടെ തന്നെയല്ലേ മീനിൻ്റെ കച്ചവടം നടത്തുന്നതും? അപ്പോൾ പിന്നെ ബോർഡിൽ പ്രത്യേകിച്ച് ഇവിടെ എന്നൊരു വാക്കിൻ്റെ ആവശ്യമുണ്ടോ? അയാൾ വേഗം ചോക്ക് കൊണ്ടെഴുതിയ ഇവിടെ എന്ന വാക്ക് മായ്ച്ചു കളഞ്ഞു. പുതിയ മീൻ വിൽക്കപ്പെടും എന്നായി ഇപ്പോൾ ആ ബോർഡ്. അയാൾ വീണ്ടും അത് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ, ആരെങ്കിലും പഴയ മീൻ കൊണ്ടുവന്ന് വിൽക്കാൻ ശ്രമിക്കുമോ? അങ്ങനെ ശ്രമിച്ചാൽ ആരെങ്കിലും വാങ്ങുമോ? അപ്പോൾ പിന്നെ ബോർഡിൽ പുതിയ മീൻ എന്ന് എടുത്തെഴുതേണ്ട ആവശ്യമുണ്ടോ? അയാൾ വേഗം ആ പുതിയ വാക്ക് മായ്ച്ചു കളഞ്ഞു. മീൻ വിൽക്കപ്പെടും എന്ന് മാത്രമായി. അല്പനേരം കഴിഞ്ഞ് അയാൾ വീണ്ടും ബോർഡിലേക്ക് ഉറ്റുനോക്കി. അല്ല, ഈ മാർക്കറ്റിൽ വരുന്നവർ വാങ്ങുവാനും വിൽക്കുവാനുമായിട്ടല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഒരു മീൻ നിറച്ച കൊട്ടയുമായിരിക്കുമ്പോൾ അത് മീൻ വിൽക്കാനാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അതുകൊണ്ട് വിൽക്കപ്പെടുമെന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? അതൊരു അധികപ്പറ്റല്ലേ? അയാൾ ആ വിൽക്കപ്പെടുമെന്നുള്ള വാക്ക് മായ്ച്ച് ആ ബോർഡിൽ ഇപ്പോൾ മീൻ എന്ന വാക്ക് മാത്രമാക്കി. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾക്കൊന്ന് ഉറക്കെ ചിരിക്കണമെന്ന് തോന്നി. അല്ല, ഒരു കൊട്ട നിറയെ മീനുമായി ഇരിക്കുന്ന ഞാൻ വേറെ എന്തെങ്കിലും സാധനമാണോ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ബോർഡിൽ മീനെന്നര വാക്കും എഴുതുന്നത്? അയാൾ അതും മായ്ച്ച് ബോർഡ് കാലിയാക്കി. നമ്മുടെയൊക്കെ വർത്തമാനകാല ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഈ മീൻ വിൽക്കുവാനായിട്ട് വന്ന ആ മനുഷ്യൻ എഴുതി വെച്ച ബോർഡിലെ വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ പോലെയാണ്. നാം ശരിയായ വിധത്തിൽ പ്രശ്നങ്ങളെ നോക്കി കാണാനായിട്ട് പഠിച്ചാൽ പലകയിലെ അക്ഷരങ്ങളെ പോലെ നമ്മുടെ പ്രശ്നങ്ങളും കുറേശ്ശെയായി ഇല്ലാതാവും. യേശുവിൻ്റെ മനോഹരമായൊരു ചോദ്യമുണ്ട്. വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 51-ാമത്തെ തിരുവചനമാണ്. ഒരുവനോട് യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കാഴ്ചയില്ലാത്തവനാണ് യേശുവിനോട് മറുപടി പറഞ്ഞത്, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. അപ്പോൾ ശരിയായ കാര്യങ്ങളെ ഒന്ന് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളല്ല എന്നോ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നോ നമുക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാവും. അതിനായിട്ട് ആ കാഴ്ചകളുടെ വലിയ തമ്പുരാനോട് നമുക്കും കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടാനായിട്ട് എന്നെ സഹായിക്കണമേ. ആമേൻ.